ഈ പ്രായത്തിലും അധ്വാനിക്കുന്ന ഈ അപ്പൂപ്പനും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകളും അവിടുത്തെ രുചികളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളിൽ ഒന്നാണ്. ഇത്രയും പ്രായമായിട്ടും അധ്വാനിക്കുന്ന ഈ അപ്പൂപ്പൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കാനുള്ള കാരണവും. 45 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ കടയാണിത്. രാവിലെ തന്നെ ഇവിടുത്തെ പലഹാരം ഉൾപ്പെടെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം റെഡിയാണ്. സഹായത്തിന് ചന്ദ്രികാമ്മ കൂടെ കാണും. സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. വിറകടുപ്പിൽ നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. എല്ലാ ദിവസവും രാവിലെ 8:30 മണിയാകുമ്പോൾ ബീഫ് കറി റെഡിയാവും. ഒരു പ്ലേറ്റ് ബീഫ് കറിക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കൂടെ കഴിക്കാൻ പുട്ടും ദോശയും കപ്പയൊക്കെയാണ് രാവിലെ തന്നെ ഇവിടെ കിട്ടുന്നത്. ഉച്ച സമയത്ത് ഇവിടെ കൊടുക്കുന്ന ഊണിന്റെ ടേസ്റ്റും നല്ലതാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഞാൻ രാവിലെ തന്നെ എത്തിയതുകൊണ്ട് ഊണ് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ഇവിടുത്തെ പാചകം മൊത്തം വിറകടുപ്പിലാണ്. അടുപ്പിൽ പാചകം ചെയ്യുന്ന ആഹാരങ്ങൾക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നാടൻ പഴത്തിലുണ്ടാക്കുന്ന നല്ല ചൂട് പഴംപൊരി ഞാൻ പോയ സമയത്ത് ഇവർ ഉണ്ടാക്കുകയായിരുന്നു. ദോശയുടെയും പുട്ടിന്റെയും കപ്പയുടെയും കൂടെ മാത്രമല്ല, പഴംപൊരിയുടെ കൂടെ ഒരു കിടിലൻ കോമ്പിനേഷനാണ് ഇവിടുത്തെ ബീഫ് കറി. ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഇവിടുത്തെ ഈ ഒരു കോമ്പിനേഷനാണ്. അധികം എരിവില്ലാത്തൊരു ബീഫ് കറിയാണ് ഇവിടത്തേത്. അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഒരു നാടൻ രീതിയിലുള്ള ബീഫ് കറി. അതൊക്കെ കൊണ്ടാണോ എന്നറിയില്ല, മധുരമുള്ള പഴംപൊരിയുടെ കൂടെ ഇവിടുത്തെ ബീഫ് കറി നന്നായിട്ട് ചേർന്നുണ്ടായിരുന്നു. അടുത്തിടെ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പഴംപൊരി ബീഫ് കോമ്പിനേഷൻ ഇവിടത്തേതാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ പോകുന്നവർ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആഹാരം കഴിക്കാൻ എനിക്ക് കൂട്ടിനായിട്ട് അപ്പൂപ്പനും കൂടി. ഇത് ചെറിയൊരു കടയാണ്. ലൊക്കേഷൻ പറഞ്ഞുതരാം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്ന് മാരായമുട്ടം പോകുന്ന റോഡിൽ അരക്കുന്ന് പാലം കഴിഞ്ഞ് തെക്കത്തുനട ജംഗ്ഷനിലാണ് രാജു അപ്പൂപ്പന്റെ ഈ പേരില്ലാത്ത ചെറിയ കടയുള്ളത്.